ഇതുണ്ടാക്കിയവനെ നിനക്കറിയാലോ, നോക്കടാ. അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ? നീ നോക്ക്, ഗർഭവാക്കിയ കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സത്യം ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച 2 ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഇട്ടേക്കുന്നത് അതുല്. അപ്പൊ ഇതുണ്ടാക്കിയവനെ നിനക്ക് അടിക്കണ്ട. എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം നിനക്ക് തല്ലിയാൽ മതി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രേണുസുതി വീണ്ടും കട്ടക്കലിപ്പിൽ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രേണുവിൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂ എടുത്ത് വെച്ചിട്ട് എല്ലാവരും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ചോദ്യം, ആങ്കർ ചോദിച്ചൊരു ചോദ്യമാണ് ഭയങ്കര ഒരു ബോറായിട്ട് തോന്നി. അപ്പോൾ ഇവിടെ ഇപ്പോൾ രേണുസുതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു വീഡിയോ അതുല് ചെയ്തു. അതിൻ്റെ തമ്മിലൊക്കെ കാണിച്ചിട്ടാണ് രേണുവിൻ്റെ ഒരു പ്രതികരണം. എന്തായാലും ഭയങ്കര കട്ടക്കലിപ്പിലാണ് രേണുസുതി. എനിക്ക് തോന്നുന്നു ഇത്തരം ദേഷ്യത്തിൽ രേണുവിനെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും രേണുസുതിയുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഒരു റിയാക്ഷൻ നമുക്കൊന്ന് കണ്ടിട്ട് വളരെ വ്യക്തമായിട്ട് കാണാം. അതുല് അപ്പൊ ഇതുണ്ടാക്കിയവനെ നിനക്ക് അടിക്കണ്ട. എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം നിനക്ക് തല്ലിയാൽ മതി. എടാ ഇല്ലാത്തവനെ, നീ ആണാണെങ്കിൽ അവന്റെ ചെവിക്കൽ പറിച്ച് അടിക്കേണ്ടത്. ഇതുണ്ടാക്കിയവൻ ഇവനാണ്, ഞങ്ങളാരുമല്ല. ആ പെൺകുട്ടി എന്നോട് ചോദിച്ചതാണ്. ഇത് എന്നെ പറ്റിയാണ് പറയുന്നത്. നീ വളർത്തുമകന്റെ കാര്യം പറഞ്ഞല്ലോ, ആണടാ എന്നെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് പ്രതികരിക്കണ്ടേ? ഇതുണ്ടാക്കിയവൻ നിന്റെ കൂട്ടുകാരനാ, തൊപ്പി വെച്ചവനെ. നീ അവന്റെ മോന്തക്കുട്ടിക്കാണ് ചെന്ന് അടിക്കേണ്ടത്. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവൻ അവനാണ്. ഓൾറെഡി ഈ നാശം പിടിച്ച അതുലിനെതിരെ ഓൾറെഡി ഒരു FIR കേസ് കിടപ്പുണ്ട്, അത് കോടതിയിലാണ്. എന്നിട്ടും ഇവൻ ഇങ്ങനെ തന്നെ ഈ നാണമില്ലാത്ത നാശം പിടിച്ച ശരീരം വിറ്റ കഥ അടക്കം പുറത്തു വിട്ടെന്ന്. ഇവന്റെ വീട്ടിലെ മറ്റവളായിരിക്കും വിറ്റ് നടന്നത്. അല്ല, ഇവന്റെ വീട്ടിൽ ഇവനെ വളർത്തിയതിന്റെ ഗുണമാണിത്. എന്നെ ഇന്റർവ്യൂ എടുത്ത് കുറെ നാൾ കഴിഞ്ഞ് ഇന്റർവ്യൂ എടുത്ത് അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക. നാണമില്ലല്ലോ നിനക്കൊക്കെ? അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക, ഇതിന്റെ സത്യാവസ്ഥ എന്നാന്ന് പറയാം. എന്ത് സത്യാവസ്ഥ? എന്റെ പറയാണ് അവര് 1 മാസമായിട്ട് നടന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കര കലിപ്പിലാണ് കേട്ടോ. അതുലിനെതിരെയും അതുപോലെ വിവിക്കെതിരെയൊക്കെയാണ് ഇപ്പൊ രേണുവിന്റെ ഒരു പ്രതികരണം. അതുപോലെ ഷെഫീന ബീവിക്കെതിരെയൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രേണുവിന്റെ ഒരു പ്രതികരണം കേട്ടോ. ഈ വയ്യാത്തൊരവസ്ഥയിൽ ഇത്രത്തോളം ഒരു ടെൻഷൻ അതത്ര നല്ലതല്ല കേട്ടോ. നമുക്ക് മറ്റുള്ളവര് പറയുന്ന രീതിക്ക് അതേ രീതിയിൽ തിരിച്ചു പറയാനുള്ള നമുക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടോ, അല്ലെ നമ്മുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഇതിനൊക്കെ മറുപടി കൊടുക്കുക. അല്ലാതെ വെറുതെ വന്നിരുന്നിട്ട് മറ്റുള്ളവരോടുള്ള ദേഷ്യത്തിന് ഇങ്ങനെ ഹൈപ്പറായിട്ട് വന്ന് പ്രതികരിച്ചാൽ അത് ഈ പറയുന്ന രേണുവിന്റെ ആരോഗ്യത്തിന് വളരെയധികം ബാധിക്കും. അതിലൊരു സംശയമില്ല. ഇപ്പൊ എന്താ വേണ്ട, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചിട്ട് സ്വന്തം ആരോഗ്യം, രോഗം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതല്ലാതെ ഇപ്പൊ വീണ്ടും ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് മനഃപൂർവ്വം റീച്ചിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നതാണോ എന്നുള്ളൊരു ചെറിയൊരു ഡൗട്ട് ഇല്ലാതില്ല കേട്ടോ. എന്തായാലും രേണുവിന് കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതുലിനെതിരെയും അതുപോലെ തന്നെ വിവിക്കെതിരെയും ഷെഫീന ബീവിക്കെതിരെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ രേണു പറയുന്നുണ്ട്. എന്തായാലും രേണുവിന്റെ ആ ഒരു പ്രതികരണം നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ പറഞ്ഞ കാശിനാണ് ഇന്റർവ്യൂ എടുത്തത്, മനസ്സിലായോ? എനിക്ക് ആവശ്യമുണ്ട് കാശ്. എനിക്ക് ഒരുപാട് കാശിന് ആവശ്യമുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ പ്രതികരിക്കും. കാരണം ഇത് പ്രതികരിച്ചതിനും ഇത് ചോദിച്ചതിനും ആങ്കറിന് തെറ്റ്. എനിക്കും എന്നെ അടിക്കണമെന്ന് കേട്ടിരുന്നേ. എടാ, ഇത് ഉണ്ടാക്കിയവനെ, നീ ആണാണെങ്കിൽ ഉണ്ടാക്കിയവനായിട്ട് ചെന്ന് അടിക്കണം. അതുപോലെ പറഞ്ഞ നായ്ക്കിട്ട് കൊടുക്കും. ഗിന്നീസ് വേൾഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പറയുന്നതുകൊണ്ട് മഞ്ഞത്തൊപ്പി വെച്ച നാശം കെട്ട നാണം കെട്ടവൻ. എടാ, നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിലും എന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? നീ കൂടുതൽ നിന്റെ അടുത്ത് ഉണ്ടാക്കാൻ വരരുതടാ, മനസ്സിലായോ? എടാ, നീ ബിഗ് ബോസിലായിരുന്ന ജാസ്മിൻ ജാഫറുമായിട്ട് കൂട്ടുകൂടിയിട്ട് ആ കുട്ടി ബിഗ് ബോസിൽ പോയപ്പോ നീ അവരുടെ വീട്ടിൽ പറ്റി കൂടിയിട്ട് അവരുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്തിട്ട് നീ പ്രചരിപ്പിച്ചുകൊണ്ടല്ലേടാ നാണം കെട്ടവനെ അവര് നിന്നെ അടിച്ചിറക്കിയത് ആ വീട്ടിൽ നിന്ന്. ഫിന ബീവി കള്ളി, മറ്റേ പൂതന മോളെ നീ എന്നെ പ്ലക്കിയോ? നിന്റെ അടി നാണം കെട്ടവളെ. നീ ദുബായിലും മറ്റോടത്തും ഒക്കെ കിടന്നു കൊടുത്ത കഥകളൊക്കെ എനിക്ക് 1 by 1 ആയിട്ട് എനിക്ക് അറിയാടി. എനിക്കെതിരെ കുറെ പെണ്ണുങ്ങളെ വെച്ചിട്ട് നിനക്ക് ഫോൺ വിളിപ്പിക്കുന്നത്. എടി നാണം കെട്ട നാശം പിടിച്ചവളെ, നീ എത്ര പേരെ വിറ്റിട്ടുണ്ടെന്നുള്ള കഥകൾ വരെ എനിക്കറിയാം. നീ കൂടുതൽ എന്റെ അടുത്ത് ഉണ്ടാക്കാൻ വരുന്നത് കേട്ടോടി ഷെഫീനോ മറ്റവളെ. നീ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ നീ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കോപ്പാടി. പുള്ളി മരിച്ചു, മനസ്സിലായി? ആ ബന്ധവും ഞാനങ്ങ് നിർത്തി. എന്റെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ടുള്ള എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. എന്റെ കൊച്ചിന്റെ കാര്യം എനിക്കറിയത്തില്ല. എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. അതിലെന്ന് പറയുന്നവൻ ഇന്ന് കാർ എടുത്തില്ലേ? എടാ, എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശിന്റെ പകുതിയെങ്കിലും അതിനകത്ത് കാണും. ഇല്ല, നീ ചങ്കത്ത് നീ ആണാണെങ്കിൽ
നീ എന്റെ മുന്നിൽ വന്ന് പറയണം നായിന്റെ മോനെ, അങ്ങനെ തന്നെ ഞാൻ വിളിക്കും. നിന്റെ മറ്റവളുണ്ടല്ലോ ബീവി, അവക്കൊതുക്കവായ, അവള് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു എടി നാണം കെട്ട പറ്റ ഇത്രയുള്ള ഒരു മത്തലച്ചി, നിന്നെ അങ്ങനെ തന്നെ വിളിക്കും. നീ എന്നെ ബോഡി ഷെയിമിങ് ചെയ്യാമെങ്കിൽ നിന്നെ ഞാൻ ബോഡി ഷെയിം ചെയ്യും. മറ്റവളെ കോണ്ടൂര് റിസോർട്ട് നീ വന്നത്, നീ തീറ്റി തിന്നതും ഒക്കെ ഞാൻ അറിഞ്ഞു. മനസ്സിലായോ? നീ എന്നിട്ട് എന്നെ ഇവിടുന്ന്, എന്റെ വീട്ടുകാരെ ഇവിടുന്ന് ഇറക്കി, എന്നെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് നീ ഇതിന്റെ തൊട്ടപ്പുറത്ത് സ്ഥലം മേടിച്ച് നീ അങ്ങോട്ട് താമസിക്കും. നീ വാടി ഇങ്ങോട്ട്. നിന്നെയും കൂടെ പറഞ്ഞത് ഷെഫീന കള്ളി ബീവി. നീ ഒരു ഇസ്ലാമിന് ചേർന്നവളല്ല. എനിക്ക് മനോഹരമായിട്ടുള്ള വീട്, എന്റെ മോന്, എന്റെ കുഞ്ഞിന്റെ ഒരു വീടുണ്ട്, അതിൽ ഞാൻ താമസിക്കുന്നു. എന്റെ കുഞ്ഞ് എന്നെ ഇറക്കി വിടുന്നോണ്ട് പിന്നെ ഞാൻ ഇവിടെ താമസിക്കും. അത് എന്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഓരോരുത്തരും, എന്റെ വീട്ടുകാർ ഇവിടെ തന്നെ, എന്റെ ചേച്ചിയും ഫാമിലി ഇവിടെ തന്നെ താമസിക്കും. ആരും ഇറക്കി വിടണ്ട. ഒന്നിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടുകാർ ഞാൻ തല്ലി പിടിക്കും ഇറക്കാൻ വന്നു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? എന്റെ സ്വഭാവം ഇപ്പൊ മനസ്സിലായല്ലോ? ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേനും അവരെ ഫോൺ വിളിച്ച്, നിനക്കൊക്കെ നാണമില്ല? എന്റെ മരുന്ന് തരുന്ന മെഡിക്കൽ കോളേജിൽ ചെന്ന് അവരെ ചോദ്യം ചെയ്ത് നാണം കെട്ട വർഗങ്ങളായി പോയല്ലോടാ. അതായത് നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടത് നാണമില്ലാത്ത വർഗത്ത് കെട്ട കുറെ വ്ളോഗർമാരെ. നീ എന്റെ വീടിന്റെ തൊട്ടടുത്ത്, എന്റെ വീടെന്ന് പറഞ്ഞാൽ സുധീല എന്റെ വീട് തന്നെ, എന്റെ കൊച്ചിന്റെ വീട് എന്റെ വീട് തന്നെയാ. മനസ്സിലായോടി? നീ ഇവിടെ ചുളുവിന് ഒരാളെ നീ കറക്കിയിട്ട് നീ ഇവിടെ സ്ഥലം മേടിക്കാനിരുന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. കേട്ടോടി ഷെഫീന ബീവി, നാണക്കെട്ട മറ്റവളെ, കള്ളി മറ്റവളെ, കള്ളും കുടിച്ച് കപ്പയിൽ നിന്ന വിവരമൊക്കെ ഞാൻ ഇവിടെ അറിഞ്ഞു. നിനക്ക് വരുന്നു വലിയ നരകശിക്ഷ. നിനക്ക് മുടിയാരായിട്ട് നരകശിക്ഷ തന്നെ വരുമോടി. എടി എനിക്ക് ക്യാൻസർ ആണ്, എന്റെ നാക്കിന് ക്യാൻസർ ഇല്ല. നിനക്കൊക്കെ എന്നെ ദ്രോഹിക്കാം അല്ലേ? എനിക്കിതൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ? എന്തായാലും എല്ലാരും കണ്ടല്ലോ, ഇത് കത്തും, ഒരു സംശയമില്ല. അതുലിനെയും ഷെഫീന ബീവിയൊക്കെ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടാണ് രേണുവിന്റെ ഈ ഒരു പ്രതികരണം. ഇതിവിടെയെങ്കിലും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു പ്രതികരണത്തിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെന്ത് പറയാനാ, അവരുടെ ഇഷ്ടമല്ലേ ഏത് രീതി പ്രതികരിക്കണം. എല്ലാവർക്കും റീച്ചാണ് വേണ്ടത്. ഇപ്പോൾ രേണുവിനാണെങ്കിൽ പോലും റീച്ച് വേണം. അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ കൊടുത്തതും അത് വലിയ വിവാദമായി. അത് എടുത്ത് എല്ലാവരും റിയാക്ട് ചെയ്തു, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ റിയാക്ട് ചെയ്തു. ഇപ്പം അതിനൊരു മറുപടി ആയിട്ടാണ് രേണു എത്തിയിരിക്കുന്നത്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീച്ച് തന്നെ, അതിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ചില പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചിന്തിക്കുക, ആരോഗ്യസ്ഥിതി എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നൊക്കെ ചിന്തിച്ചിട്ടും മാത്രം ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഇതിന് മറുപടിയായിട്ട് ഷെഫീന ബീവിയും അതുപോലെ അതുലും വിവിയൊക്കെ വരും, അതിലൊരു സംശയമില്ല. ഇതിനി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.